വിദേശത്ത് നിന്നും 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് എറണാകുളം റൂറൽ SP കെ സുദർശൻ. വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ആവശ്യമെങ്കിൽ കൈമാറും. പിടിയിലായ അബൂ താഹിറിനെ നിയന്ത്രിക്കുന്നവരിലേക്കും അന്വേഷണം ഉണ്ടാകുമെന്നും SP വ്യക്തമാക്കി. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. അതിനെ തുടർന്നുണ്ടായ പരിശോധനയിൽ പിന്നീട് 4 പേരിലേക്ക് അറസ്റ്റ് നീളുകയും ചെയ്തു. പിന്നീട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നത് വലിയ രീതിയിൽ തന്നെ യുവാക്കളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു എന്നതാണ് അവർ പറയുന്നത്. ഇവിടേക്കുള്ള, അതായത് തായ്ലൻഡ്, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റുകളും 50,000 രൂപയുമായിരുന്നു ഒരു തവണ ഇവിടെ നിന്ന് കഞ്ചാവ് ഇവിടേക്ക് എത്തിക്കുമ്പോൾ, കൊച്ചിയിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് നൽകിയിരുന്നത്. ഇങ്ങനെ നിരവധി തവണയായിട്ട് ഇവർ ഈ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സംഘാംഗങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിൽ പലരും തന്നെ, ഹരികൃഷ്ണൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രീതിയിൽ വിദേശത്ത് നിന്ന്, തായ്ലൻഡ്, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിപണനം ചെയ്യുന്നവരായിട്ട് മാറിയിരുന്നു. ഇവരായിരുന്നു കൂടുതലായിട്ടും യുവാക്കൾ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത്. പലരും ഈ വിദേശത്തേക്ക് ഇവരേക്ക് വിനോദസഞ്ചാരികൾ എന്ന രീതിയിലേക്കാണ് ഈ കുട്ടികളെ, ഇവിടെ നിന്നുള്ള യുവാക്കളെ ഇവിടേക്ക് കടത്തിയിരുന്നത്. അവിടെ എത്തി ഏജന്റുമാരെ കണ്ട ശേഷം നേരത്തെ പറഞ്ഞുറപ്പിച്ച രീതിയിൽ ഇവർക്ക് പണം കൈമാറുന്നു. തുടർന്ന് വൻതോതിൽ ഇവിടേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുകയുമായിരുന്നു ഇവർക്ക് ചെയ്തിരുന്നത്. താരതമ്യേന ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള രീതികളെല്ലാം തന്നെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ചില തവണയെല്ലാം തന്നെ സംഘത്തിലെ ചില ആളുകൾ പിടിയിലായിരുന്നു. പക്ഷേ ഈ സംഘാംഗങ്ങൾ മുഴുവനായിട്ട് പിടിയിലാകുന്നത് ഇതാദ്യമാണ്. ഇന്നിപ്പോൾ SP സുദർശൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇവരെ ദേശീയ അന്വേഷണ ഏജൻസികൾ വരെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പിടിയിലായവർക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഈ രീതിയിൽ ഉണ്ട്, വലിയ മാഫിയയുമായി ബന്ധമുണ്ട്. ഇവരിതിലൂടെ സമാഹരിക്കുന്ന പണം ഏതെല്ലാം രീതിയിൽ വിനിയോഗിച്ചു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് വിവരങ്ങൾ കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ അബൂ താഹിർ ഉൾപ്പെടെയുള്ള ആളുകളെ ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കേസിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഏതാണ്ട് 18 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കഴിഞ്ഞ ദിവസങ്ങൾ എറണാകുളം റൂറൽ ലിമിറ്റിൽ പിടികൂടുകയും ചെയ്തത്. ഇതിൽ ദമ്പതികൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവരുടെ മറ്റ് സംഘാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി. അതിൽ നിന്നാണ് ഇപ്പോൾ ഇവരുടെ കാരിയർമാരായി പ്രവർത്തിച്ചിരുന്ന യുവാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. അവരെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരിപ്പോൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഈ സംഘത്തിൻ്റെ ഭാഗമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ പരിശോധനയിൽ വലിയ സംഘാംഗങ്ങൾ തന്നെയാണ് പിടിയിലായത്. കൂടുതൽ പേർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.